നാളത്തെ ചടങ്ങുകളൊക്കെ എങ്ങനെയായിരിക്കും? സംസ്കാരം കൊച്ചി രവിപുരം ശ്മശാനത്തിലാണ് എന്ന് ഞാൻ അറിയുന്നു. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? നിലവിലിപ്പോൾ അമൃത ആശുപത്രിയിൽ തന്നെ ഇപ്പോൾ പൊതുദർശനം തുടരുകയാണ്. അല്പസമയത്തിന് പൊതുദർശനം അവസാനിക്കും. ഞാനിപ്പോൾ നിൽക്കുന്ന അമൃത ആശുപത്രിയിലാണ്. നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാം. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇപ്പോൾ ഈ സാനുമാഷിന് ആദരാഞ്ജലി അർപ്പിക്കാനായി ഇപ്പോൾ അമൃത ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. നാളത്തെ ചടങ്ങുകളെക്കുറിച്ച് പറഞ്ഞാൽ രാവിലെ 8 മണിക്കാണ് ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് കാരക്കാമുറിയിലെ MK സാനു മാഷിൻ്റെ വീട്ടിലേക്ക് ഭൗതികദേഹം കൊണ്ടുപോവുക. അതിനുശേഷം 8 മണി മുതൽ ഏതാണ്ട് 10 മണി വരെ കാരക്കാമുറിയിലെ വീട്ടിൽ പൊതുദർശനമുണ്ടാകും. അടുത്ത ബന്ധുക്കൾക്കും അതോടൊപ്പം തന്നെ സാനുമാഷിനെ ഏറെ സ്നേഹിച്ചവർക്കെല്ലാം തന്നെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കാനുള്ള അവസരമുണ്ടാകും. അതിനുശേഷം രാവിലെ 10 മണി മുതൽ വൈകിട്ട് വരെ എറണാകുളം ടൗൺ ഹാളിലായിരിക്കും പൊതുദർശനം. മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ മറ്റ് വിവിധ മന്ത്രിമാരും നാളെ എറണാകുളത്ത് എത്തുമെന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് വിവരങ്ങൾ ലഭ്യമായിരിക്കുന്നത്. വൈകിട്ട് വരെ പൊതുദർശനം അവിടെ ഉണ്ടാകും. അതിനുശേഷം വൈകിട്ട് 5 മണിക്ക് സംസ്കാരം രവിപുരത്തെ ശ്മശാനത്തിലാകും നടക്കുക. അങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു സമയക്രമത്തിലാണ് ഇപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ നിശ്ചയിച്ചിരിക്കുന്നത്. എന്തായാലും രാവിലെ 10 മണിക്ക് ടൗൺ ഹാളിൽ ഭൗതികദേഹം അത് പൊതുദർശനത്തിൽ വെക്കുമ്പോൾ രാഷ്ട്രീയ സാമൂഹിക രംഗത്തൊക്കെ തന്നെ നിറഞ്ഞു നിന്ന വ്യക്തിത്വമാണ് MK സാനു. സുരേഷ് ഗോപി എറണാകുളം മഹാരാജാസ് കോളേജിൽ 10,000-കണക്കിന് ശിഷ്യന്മാരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഗുരുനാഥനാണ് സാനു മാസ്റ്റർ. സാനു മാസ്റ്ററെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് 1000 നാവാണ്. മലയാളം അധ്യാപകനായിരുന്നു എങ്കിൽ പോലും മറ്റുള്ള ആളുകളൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകളിൽ കയറി ഇരുന്നിട്ടുണ്ടെന്നൊക്കെ പലരും പറയുന്നുണ്ടായിരുന്നു. ചിലരോടൊക്കെ സംസാരിക്കുമ്പോൾ സാനു മാസ്റ്റർക്ക് അപ്പുറം ഒരു പ്രഭാഷകനോ അധ്യാപകനോ ഇല്ല എന്നുള്ള രീതിയിൽ പോലും സംസാരിക്കുന്ന വിദ്യാർത്ഥികൾ, ശിഷ്യഗണങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സന്ദർശനം നടന്നിട്ട് പൊതുദർശനത്തിനെത്തുന്നതിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്നത്. സാനു മാഷോട് അടുപ്പം സൂക്ഷിച്ചിരുന്ന ആളായിരുന്നു സുരേഷ് ഗോപി. അതുകൊണ്ട് വ്യക്തിപരമായൊരു നഷ്ടമായിട്ട് തന്നെയാവണം സുരേഷ് ഗോപി ഈ വിയോഗത്തെ കാണുക. നിതിൻ അംബുജൻ തുടരുകയാണ് കൊച്ചി അമൃത ആശുപത്രിയിൽ നിന്ന്. പറയൂ നിതിൻ. കഴിഞ്ഞ അധ്യാപകന വർഷത്തിലൊക്കെ തന്നെ സുരേഷ് ഗോപി MK സാനുവിൻ്റെ വീട്ടിൽ പോയി ആദരമർപ്പിച്ചിരുന്നു. അന്ന് വലിയ വാക്കുകളോട് തന്നെയാണ് അദ്ദേഹം അന്ന് സുരേഷ് ഗോപി MK സാനുവിനെ ഓർത്തെടുത്തത്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നാളെ രാവിലെ 10 മണിക്ക് ടൗൺ ഹാളിൽ പൊതുദർശനം വെക്കും. വൈകിട്ട് വരെ പൊതുദർശനം ടൗൺ ഹാളിൽ തുടരും. മുഖ്യമന്ത്രി മറ്റ് മന്ത്രിമാരും നാളെ എറണാകുളത്തെ ടൗൺ ഹാളിലെത്തി ആദരാഞ്ജലികൾ അർപ്പിക്കുമെന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് വിവരങ്ങൾ ലഭ്യമായിരിക്കുന്നത്. അദ്ദേഹത്തിന് കൊച്ചിയിൽ വലിയ സൗഹൃദ വലയമുണ്ടായിരുന്നു. മാത്രമല്ല രാഷ്ട്രീയ സാമൂഹിക രംഗത്തിലെ കക്ഷിഭേദമില്ലാതെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായും അതോടൊപ്പം എല്ലാ ആളുകളുമായി വലിയ സൗഹൃദ വലയം സൂക്ഷിച്ചൊരു വ്യക്തിയാണ് MK സാനു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വലിയ സൗഹൃദ വലയത്തിനുള്ള ആളുകളൊക്കെ തന്നെ നാളെ ടൗൺ ഹാളിലെത്തി അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കും. അതിനുശേഷം വൈകിട്ട് 5 മണിക്കാണ് രവിപുരം ശ്മശാനത്തിൽ പൊതുദർശനം ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. ആ ഒരു സമയക്രമത്തിലാണ് ഇപ്പോൾ അത്തരം ചടങ്ങുകളുടെ എല്ലാം തന്നെ വിവരങ്ങൾ ഈ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമായിരിക്കുന്നത്. എന്തായാലും ഈ ദൃശ്യങ്ങൾ തന്നെ നമുക്ക് കാണാം. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇപ്പോൾ ഇവിടെ എത്തി ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ രാവിലെ 8 മണിക്കാണ് അമൃത ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് കാരക്കാമുറിയിലെ അദ്ദേഹത്തിൻ്റെ സന്ധ്യ എന്ന വീട്ടിലേക്ക് ഭൗതികദേഹം കൊണ്ടുപോവുക. അതിനുശേഷം അവിടെ അടുത്ത ബന്ധുക്കൾക്കും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിനെ ഏറെ സ്നേഹിച്ച അദ്ദേഹത്തിൻ്റെ നാട്ടുകാരെല്ലാം തന്നെ അവിടെ എത്തി ആദരാഞ്ജലികൾ അർപ്പിക്കും. പിന്നീട് നേരെ ടൗൺ ഹാളിലേക്ക് കൊണ്ടുപോകും. ആ നിലയിലാണ് ഇപ്പോൾ സമയക്രമെല്ലാം തന്നെ നിശ്ചയിച്ചിരിക്കുന്നത്. അദ്ദേഹം കഴിഞ്ഞ 25-ാം തീയതിയാണ് അദ്ദേഹത്തിന് വീണ് ഇടുപ്പിലിന് പരിക്കേറ്റു. അതോടൊപ്പം തന്നെ ഹൃദയ സംബന്ധമായ അസുഖം, ന്യൂമോണിയ, പ്രമേഹമടക്കമുള്ള വിവിധ അസുഖങ്ങൾ അദ്ദേഹത്തെ അലട്ടിയിരുന്നു. അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ ബുള്ളറ്റൊക്കെ തന്നെ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി വളരെ ഗുരുതരമായ വിവരങ്ങളൊക്കെ തന്നെ വന്നിരുന്നു. എന്തായാലും ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ വാക്കുകളാണ് നമ്മളിനിപ്പോൾ കേൾക്കാൻ പോകുന്നത്. അദ്ദേഹത്തെ ഏത് നിലയിലാണ് അദ്ദേഹത്തെ അനുസ്മരിക്കാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇപ്പോൾ സുരേഷ് ഗോപി MK സാനുവിൻ്റെ ബന്ധുക്കളെയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരെ കാണാനുള്ളൊരു കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമാകും അദ്ദേഹത്തിൻ്റെ പ്രതികരണം നമുക്ക് ലഭ്യമാവുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എറണാകുളത്ത് പ്രത്യേകിച്ച് കൊച്ചിയിൽ അദ്ദേഹത്തിന് 98-ാം വയസ്സിലും അദ്ദേഹം സാമൂഹിക സാഹിത്യ വേദികളിലൊക്കെ തന്നെ നിറസാന്നിധ്യമായിരുന്നു. ആ നിലയിലായിരുന്നു അദ്ദേഹം ഈ അവസാന നിമിഷവും പല പരിപാടികളിലും പങ്കെടുത്തത്. 25-ാം തീയതി ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്നു. പക്ഷേ ജീവിതത്തിലേക്ക് തിരികെ വരുമെന്ന പ്രതീക്ഷയായിരുന്നു എല്ലാവരും പങ്കുവെച്ചത്. എന്നാൽ ആശുപത്രിയിൽ നിന്നുള്ള മെഡിക്കൽ ബുള്ളറ്റിനൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില ഗുരുതരമാണെന്ന് പറഞ്ഞെങ്കിലും അദ്ദേഹം ജീവിതത്തിൽ തിരിച്ചു വരും നമ്മളെല്ലാം പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഇന്ന് വൈകിട്ട് 5:35 തന്നെ അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിക്കുകയായിരുന്നു. അതിനുശേഷം പിന്നീട് ഇപ്പോൾ അമൃത ആശുപത്രിയിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. ഏതാണ്ട് 9:00 തന്നെ ഇവിടുത്തെ പൊതുദർശനം അവസാനിക്കുമെന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് വിവരങ്ങൾ ലഭ്യമായിരിക്കുന്നത്. ഇപ്പോൾ കാണാൻ തന്നെ നിരവധി പേർ ഇവിടെ എത്തിയിട്ടുണ്ട്. രാഷ്ട്രീയ സാമൂഹ്യ രംഗത്ത് നിരവധി ആളുകളാണ് ഇപ്പോൾ MK സാനുവിനെ അവസാനമായി ആദരാഞ്ജലി അർപ്പിക്കാനായി ഇപ്പോൾ അമൃത ആശുപത്രിയിൽ എത്തിയിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളോടും മറ്റ് അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരെല്ലാം വിവരങ്ങൾ നൽകിയത്.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.